ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ വാണിയാംകുളം ദൈവത്തെ സ്തുതിക്കുന്നതൊന്ന് കേൾക്കട്ടെ ദൈവജനം ഒരുമിച്ച്. ഹല്ലേലൂയ. ഗുരു വന്നിട്ടുണ്ട്. ആമേൻ. ഗുരു വന്നിട്ടുണ്ട്. വന്ന വെറുതെ വരില്ല, ചുമ്മാതെ വരത്തില്ലെന്നും. ആമേൻ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേട്ട വാഗ്ദത്തത്തിന്റെ നിവൃത്തിക്കായി 2000 വർഷങ്ങൾക്ക് മുമ്പ് കന്യകയാകുന്ന മറിയയുടെ ഉദരത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഉൽപാദിതമാകുമ്പോൾ ആ വരവ് ഒരു വെറുതെ വരവല്ലായിരുന്നു. ആമേൻ. വരവ് തന്നെ അത്ഭുതമായിരുന്നെങ്കിൽ, വരവ് തന്നെ ആമേൻ ലോക ചരിത്രത്തിന്റെ നിയമങ്ങളെ, ആമേൻ സകല ശാസ്ത്രത്തിന്റെയും നിയമങ്ങളെ സകലത്തെയും തിരിച്ചു മറിച്ചു വെച്ചിട്ടാണ് ഇറങ്ങി വന്നതെങ്കിൽ ഇന്ന് ഈ വാണിയാംകുളത്ത് ഈ പന്തലിനകത്ത് എന്റെ ഗുരു വന്നിട്ടുണ്ട്, അല്ല നമ്മുടെ ഗുരു വന്നിട്ടുണ്ടെങ്കിൽ ചിലത് നടന്നിരിക്കും. വിശ്വസിക്കുന്നവരുടെ ആമേൻ പറഞ്ഞു തുടങ്ങിക്കോ. വിശ്വസിക്കുന്നവരുടെ ആമേൻ പറഞ്ഞു തുടങ്ങിക്കുന്നു. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ആമേൻ കർത്താവ് വന്നിട്ടുണ്ട് ഇവിടെ. ഞാനത് പറയാൻ കാരണം വെറുതെ അല്ല. ഞാൻ ഇന്ന് ഈ കൺവെൻഷൻ ഇവിടെ പ്രസംഗിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത 7 മാസങ്ങൾക്ക് മുമ്പ് കർത്താവിന്റെ ദാസൻ എന്നോട് വിളിച്ച് ഈ ഡേറ്റ് ബുക്ക് ചെയ്യുമ്പോൾ, ഈ കൺവെൻഷന് തുടക്കം മുതൽ എന്നോട് കാര്യങ്ങൾ പറഞ്ഞ് ഇത് പ്ലാൻ ചെയ്യുമ്പോൾ, ഇന്ന് എന്നോട് ശുശ്രൂഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു വരാം എന്ന് പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് എനിക്ക് ചില പ്രോഗ്രാം വന്നു. ഞാൻ ഇന്ത്യക്ക് പുറത്തേക്ക് യാത്ര ചെയ്തു. അവിടുത്തെ ചില പ്രോഗ്രാമുകളും അവിടുത്തെ ചില പ്രവർത്തനങ്ങളുടെയും ഭാഗമായതുകൊണ്ട് വരാൻ എനിക്ക് ഒട്ടും സാധ്യമല്ലായിരുന്നു. എന്നാൽ 2 മാസത്തിന് മുമ്പ് പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായിട്ട്, മുന്നേ സൗണ്ടേ പണിയല്ല, എനിക്ക് കറക്റ്റ് ഒരു ടേണിലാണ് ഞാൻ നിൽക്കുന്നത്. സോ അതിനകത്തൊരു വൈബ്രേഷൻ വരരുത്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഇതാണെങ്കിൽ ഇങ്ങനെ നിൽക്കണം. ഓക്കെ, ഗുഡ്. ഇനി ഒന്നും ചെയ്യരുത്, എനിക്കത് പെർഫെക്റ്റ് ആയിരിക്കണം പ്ലീസ്. ചില 2 മാസത്തിന് മുമ്പ് ഞാൻ ഈ മീറ്റിങ്ങിന് ആരെ കർത്താവിന്റെ ദാസന് പകരമായിട്ട് ഏൽപ്പിക്കും എന്ന് ചിന്തിക്കുമ്പോൾ അന്ന് രാത്രി പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നിന്നെ ഞാൻ അയക്കും, നീ പോകും. എന്റെ മുന്നിൽ യാതൊരു സാധ്യതകളുമില്ല. നിന്നെ ഞാൻ അയക്കും, നീ പോകും. ആ ശബ്ദം കേട്ടാണ് ഞാൻ കാര്യങ്ങൾ നീക്കിയത്. ഇന്ന് ഇവിടെ വരെ വന്ന് നിൽക്കുന്നത് ദൈവത്തിന്റെ അത്ഭുതമാണ്. അതുകൊണ്ട് എനിക്കറിയാം, അയച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ ചെലവ് ചെയ്തിരിക്കും. ഇവിടെ ഇരിക്കുമ്പോൾ കർത്താവിനോട് ഒരു പദം പറഞ്ഞു, 7 കുടുംബത്തിന്റെ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന ചില ബന്ധനങ്ങളെ ഇന്ന് ഞാൻ അഴിക്കാൻ പോവാ. ഇതിനകത്തിരിക്കുന്ന 7 കുടുംബത്തിന്റെ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുടെ ആമേൻ പറഞ്ഞു. ഇന്ന് കണ്ട മിസ്രൈമിനെ നാം നാളെ മുതൽ നീ കാണുകയില്ല. ഇന്ന് കണ്ട തകർച്ചകളെ നീ നാളെ മുതൽ കാണുകയില്ല. കാരണം നിന്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ആമേൻ ഒരധ്യായത്തെ അടച്ചിട്ട് സ്വർഗം പുതിയത് ചെയ്യാൻ പോവുക. സ്വർഗം പുതിയത് ചെയ്യാൻ പോവുക. അതിന്റെ കാരണം യേശു വന്നതുകൊണ്ടാണ്. യേശു വന്നതുകൊണ്ടാണ് ലോക ചരിത്രം മാറിയത്. AD എന്നും BC എന്നും മാറാൻ കാരണം യേശു വന്നതാ. ആമേൻ. ഹല്ലേലൂയ. പല സാമ്രാജ്യങ്ങളും തകർന്നു പോയത് എന്റെ യേശുവിന്റെ വരവിങ്കലാ. ആമേൻ പറയാൻ പറ്റുമോ? ആമേൻ പറയാൻ പറ്റുമോ? നിത്യതര വെളിപ്പാട് ലോകത്തിൽ കത്തിയത് ആമേൻ എന്റെ യേശു വന്നതുകൊണ്ടാ. ആമേൻ. ആമേൻ. രോഗികൾ സൗഖ്യമാകുമെന്നും ഭൂതങ്ങൾ വിട്ടുപോകുമെന്നും മരിച്ചവർ ഉയർക്കുമെന്നും മരണം കൊണ്ടൊരു അവസാനമല്ലെന്നും തെളിയിക്കപ്പെട്ടത് എന്റെ യേശു വന്നതുകൊണ്ടാ. യേശു വന്നതുകൊണ്ടാ ഞാനും നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ ഇന്ന് പകൽ, ഇന്ന് രാത്രി യേശു വന്നതുകൊണ്ട് ഇവിടെ ചിലത് സംഭവിക്കും. ആമേൻ. നമുക്ക് ചേർന്ന് വാക്യത്തിലേക്ക് പ്രവേശിക്കാം. 1 മണിക്കൂർ എന്റെ മുന്നിൽ സമയമുണ്ട്. നമുക്ക് ഒരുമിച്ച് വളരെ സുപരിതമായ ഒരു ഭാഗത്തിലേക്ക് ആമേൻ പ്രവേശിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം. ആമേൻ. വചനം വായിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 40-ാം വാക്യം. Gospel of John chapter 4 11 verse 40. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന്
ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. മതി. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിൽ വരുന്നു. ബലമുള്ള തൃക്കരങ്ങളിൽ അങ്ങയുടെ ജനത്തെ അടിയനെ ഏൽപ്പിക്കുന്നു. ഇന്ന് അങ്ങ് ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം അങ്ങ് ചിലത് ചെയ്യാൻ ഒരുക്കമാണ്. വചനം അങ്ങയുടേത്, അടിയനും അങ്ങയുടേത്, ഈ ജനവും അങ്ങയുടേത്. പൂർണ്ണ നിയന്ത്രണം അങ്ങയുടെ പരിശുദ്ധാത്മാവിന് മാത്രം. ദേശത്തിന്റെ നിയന്ത്രണം അങ്ങയുടെ പരിശുദ്ധാത്മാവിന് മാത്രം. വിശുദ്ധ ദൂതന്മാർ ഊരിപ്പിടിച്ച വാളുമായി ഇതിനകത്ത് നിൽക്കട്ടെ. രക്തത്താലുള്ള ജയം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ക്രൂശിലെ മരണത്താൽ ഞങ്ങൾക്ക് തന്ന ജയം ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അങ്ങയുടെ സന്നിധി നിൽക്കുന്നു. വിരോധമായി നിൽക്കുന്ന സകല ദേശാധിപതികളെയും അതിന്റെ മണ്ഡലങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നു. ഇന്ന് രാത്രി സ്വർഗം ഇറങ്ങി വന്ന രാത്രിയാകയാൽ, സ്വർഗം ഇറങ്ങി വന്ന മാത്രയാകയാൽ അവൻ ദേശത്തിന്റെ മേൽ നൂറ്റാണ്ടുകളായി കുടിയിരിക്കുന്ന ചില കുടിയിരിപ്പിന്റെ അവകാശങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ്. ഞാൻ അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ്. നിനക്കിവിടെ സ്ഥാനമില്ല. സകല നാമത്തിനും മേലായ നാമമായ യേശുവിന്റെ നാമം ഇവിടെ ഉയർത്തപ്പെടുകയാണ്. അത് മാത്രം ചലിക്കും. മഹത്വം അങ്ങയ്ക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവായ യേശു ക്രിസ്തു ലാസറിന്റെ കല്ലറയ്ക്കൽ മുന്നിൽ വന്നു നിന്ന് പറഞ്ഞ ഒരു പദമാണ് ഇന്ന് രാത്രി നമ്മൾ വായിച്ചത്. ആമേൻ. മാർത്തയോട് യേശു പറയുന്ന ഒരു പദം, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രൈസ് ദി ലോർഡ്. ഇവിടുന്ന് തുടങ്ങി കർത്താവ് എനിക്ക് തന്നൊരു ദൂതിലേക്ക് ഞാൻ പ്രവേശിക്കാനാണ് ആഗ്രഹിക്കുന്നത്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. കല്ലറയ്ക്കൽ വന്നു നിൽക്കുമ്പോൾ നമുക്കറിയാം യേശു അവിടെ ലാസറിനെ ഉയർപ്പിക്കാൻ അധിക്കുന്നതെന്ന്. കല്ലറയ്ക്കൽ വന്നു നിൽക്കുമ്പോൾ വായിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം വായിക്കുന്ന എനിക്കും നിങ്ങൾക്കും വ്യക്തമായിട്ടറിയാം യേശു അവിടെ നിൽക്കുന്നത് ആമേൻ ഹല്ലേലൂയ ലാസറിനെ ഉയർപ്പിക്കാനാണ്. പക്ഷേ മാർത്തയ്ക്ക് അറിയില്ല. പക്ഷേ ആമേൻ ആമേൻ മറിയയ്ക്ക് അറിയില്ല. അവിടെ നിൽക്കുന്ന പലർക്കും അറിയില്ല. അവൻ യേശു പറയുന്നുമില്ല. അവിടെ തൊട്ടു മുമ്പ് പറഞ്ഞു, നീ വിശ്വസിച്ചാൽ നിന്റെ സഹോദരൻ ഉയർക്കുമെന്ന്. അത് വിശ്വസിക്കാനുള്ള ഒരു ലെവലിലേക്ക് അവൾ ആയിട്ടുമില്ല. അവൾക്ക് അതിന് കഴിയുകയുമില്ല. ചരിത്രത്തിലോട്ട് കേട്ടിട്ടുമില്ല. ഞാനൊന്ന് പറയാം, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒന്ന് നടക്കുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ആമേൻ. ഇല്ല, കഴിയത്തില്ല. കാര്യം ഇതുവരെ അത് കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ സംഭവിക്കും? അതാ യേശുവിന്റെ പ്രത്യേകത. കണ്ടിട്ടില്ലാത്തത്, കേട്ടിട്ടില്ലാത്തത്. അതുകൊണ്ട് കൊരിന്ത്യർ ലേഖനം 2:9 പറയുന്ന ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് സ്വർഗം ചെയ്യാൻ തയ്യാറാണ്. ആമേൻ. നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത്, നിങ്ങളുടെ കണ്ണിൽ കണ്ടിട്ടില്ലാത്തത്, ഹല്ലേലൂയ, ആർക്കും ചിന്തിക്കാൻ കഴിയാത്തത് സ്വർഗം ചെയ്യുന്ന ഒരു രാത്രിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ, അതാ നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ, നീ വിശ്വസിച്ച. അപ്പൊ എന്താ വേണം? ഒന്ന് വിശ്വസിച്ചാൽ. വിശ്വസിച്ചാൽ എന്ന് പറഞ്ഞ് എന്താ? വിശ്വസിച്ചാൽ. വിശ്വസിച്ചാൽ എന്ത് നടക്കും? എന്തും നടക്കും. വിശ്വസിച്ചാൽ എന്ത് നടക്കും? എന്തും നടക്കും. ഹല്ലേലൂയ. എന്താ നടക്കുന്നതെന്ന് ചിന്തിക്കണ്ട. എന്തും നടക്കാൻ ദൈവത്തിന് ആധാരമായിരിക്കുന്നത് നിന്റെ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കൊണ്ടുവന്നത് കൊണ്ട് തിരിച്ചു പോകത്തില്ലെന്ന് വിശ്വസിച്ചാൽ. പ്രൈസ് ദി ലോർഡ്. DG ദിനകരൻ സാറിന്റെ മീറ്റിങ്ങിന് കോയമ്പത്തൂരിലേക്ക് ഗ്രാമത്തിൽ നിന്ന് നടന്നു വന്ന ഒരു പ്രായമുള്ള മനുഷ്യൻ, കാലിന്റെ പൊത്തം മടങ്ങി നടക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം. വർഷങ്ങളായി കോയമ്പത്തൂർ സിറ്റി വരെ നടന്നു വന്ന ഒരു ചെരുപ്പ് കടയിൽ കയറി 2 ചെരുപ്പ് തരണമെന്ന് പറഞ്ഞു. കൂടെ കൊച്ചുമക്കൾ 2 പേരുണ്ട്. 10-14 വയസ്സുള്ള കൊച്ചുമക്കളുടെ കൂടെ കയറിയിട്ട് 2 ചെരുപ്പ് തരാൻ പറഞ്ഞു. ഒരു കാലിന് കുഴപ്പമില്ല. ആ കാലിന് ഇട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഈ സൈസിന്റെ ചെരുപ്പ് തരാൻ പറഞ്ഞു. അപ്പൊ ചെരുപ്പ് കടക്കാരൻ പറഞ്ഞു, ഈ ചെരുപ്പ് തന്നെ ഇപ്പുറത്തെ കാലിടാൻ പറ്റത്തില്ലല്ലോ. അമ്മൻ സാറേ ചേട്ടാന്ന് പറഞ്ഞു. സാരമില്ല, നീ ചെരുപ്പിങ് തരാൻ. ആ ചെരുപ്പും വാങ്ങിച്ച് മീറ്റിങ്ങിന് പോകുമ്പോ കൊച്ചുമക്കൾ ചോദിച്ചു, എന്തിനാ അപ്പച്ച മറ്റേ കാലിന് ചെരുപ്പെന്ന്? എന്റെ മോനെ, തിരിച്ചു പോകുമ്പോ എനിക്ക് ചെരുപ്പിടാനാന്ന്. തിരിച്ചു പോകുമ്പോൾ എനിക്ക് ചെരുപ്പിടാനാന്ന് ഞാൻ പറയാം. ആ അപ്പച്ചനും കൊച്ചുമക്കളും ഒരുമിച്ച ചെരുപ്പിട്ട തിരിച്ചു പോയത്. വിശ്വസിച്ചാൽ ഇന്ന് രാത്രി ഇതുവരെ നടക്കാത്തത് എന്റെ ജീവിതത്തിൽ നടക്കുമെന്ന് നീ സ്വയമായി ഒന്ന് വിശ്വസിക്കാമോ? അടുത്തിരിക്കുന്നവന്റെ ജീവിതത്തിലല്ല, അവൻ മറ്റൊരാളുടെ ജീവിതത്തിലല്ല, എന്റെ ലൈഫിൽ ദൈവം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം ഒരു നാച്ചുറൽ അല്ല, ഒരു സൂപ്പർ നാച്ചുറൽ. Come on.
സംതിങ് ഗ്ലോറിയസ്. ഹല്ലേലൂയ. അവൻ ചെറുതല്ല. ഞാൻ വിശ്വസിക്കുന്നത് സാധാരണമായതല്ല, അസാധാരണമായത്. യേശു പറഞ്ഞത് നീ വിശ്വസിച്ചാൽ. പ്രേംകുമാർ വാസെ ലാസർ ഉയർക്കുമെന്ന് പറഞ്ഞില്ല യേശുവിടെ. അവിടെ യേശു ലാസർ ഉയർക്കുമെന്ന് പറഞ്ഞില്ല. അവിടെ യേശു പറഞ്ഞത് നീ എന്റെ മഹത്വം കാണുമെന്ന്. യു വിൽ സീ മൈ ഗ്ലോറി. ആമേൻ. നീ എന്റെ മഹത്വത്തെ കാണാൻ പോകുക. ഉയർപ്പല്ല കാണാൻ പോകുന്നത്, എന്റെ മഹത്വം. എന്റെ മഹത്വം ഇറങ്ങിയാൽ മഹത്വത്തിനകത്ത് ഒരു ഉയർപ്പുണ്ടടാ. ഇന്ന് വാണിയംകുളം ദേശത്തോട് ഞാൻ പറയുക, വാണിയംകുളം ദേശത്തിന്റെ കുടിയിരിപ്പിനോട് പറയുക, ഈ ദേശത്തെ അടക്കി വെച്ചിരിക്കുന്ന അന്ധകാരത്തോട് പറയുക, അവൻ ഞാൻ ദൂത് വിളിച്ചു പറയുക, എന്റെ തമ്പുരാന്റെ മഹത്വം ഈ ഗ്രൗണ്ടിനകത്ത് ഇന്ന് ടച്ച് ചെയ്യാൻ പോകുക, ഇന്ന് ലാൻഡ് ചെയ്യാൻ പോകുക. എങ്കിൽ ഞാൻ പറയാം, ഉയർക്കാത്തത് ഇന്ന് ഉയർക്കും, നടക്കാത്തത് നടക്കും. ചില വർഷങ്ങൾക്ക് മുമ്പ്, ചില നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സീനായി മലമേൽ ഒന്നിറങ്ങിയപ്പോൾ പർവ്വതം പുകഞ്ഞു. ഓ ഗ്ലോറി. I can feel his awesome presence here. Oh, Ramana Shekhaniasiara. അവൻ സീനായി മലമേലൊന്നിറങ്ങി. സംഭവിച്ചത് പർവ്വതം പുകഞ്ഞു. അവൻ പർവ്വതം കുലുങ്ങി. മനുഷ്യർ ഭയപ്പെട്ടു. അവൻ തമ്പുരാന്റെ പേര് വിളിച്ചു, നീ ഒന്ന് മഹത്വത്തിലേക്ക് ചലിക്കട, നീ ഒന്ന് മഹത്വത്തിലേക്ക് കയറി വാ. പർവ്വതത്തിന് വേലി കെട്ടിയിട്ട് ഒറ്റവൃത്തം തൊട്ടാൽ ചാമ്പലാവും. അന്നത്തെ മഹത്വം തൊട്ടാൽ ചാമ്പലാകുമായിരുന്നു. ഇന്നത്തെ മഹത്വം വിസിബിളാ. ഓ, ഇന്നത്തെ മഹത്വം വിസിബിളാ. എന്റെ അകത്ത് ദൂത് കത്തുക. ഇന്നത്തെ മഹത്വം വിസിബിളാ. അന്നത്തെ മഹത്വത്തിലേക്ക് മോശയെ വിളിച്ചു കയറ്റുമ്പോൾ, അന്നത്തെ മഹത്വത്തിലേക്ക് വിളിച്ചു കയറ്റി 40 പകലും 40 രാവും മോശ ദൈവത്തോട് കൂടി ഇരുന്ന് തിരിച്ചിറങ്ങുമ്പോൾ അവന്റെ മുഖത്ത് നോക്കാൻ കഴിഞ്ഞില്ല. സ്തോത്രം. പക്ഷെ ഉയർപ്പൊന്നും നടന്നില്ല. മോശയ്ക്ക് വ്യത്യാസം വന്നു, മറ്റാർക്കും വ്യത്യാസമില്ല. പക്ഷെ കല്ലറയ്ക്ക് വന്നെന്ന് പറയാ, നീ ഒന്ന് വിശ്വസിക്കാവോ? എനിക്ക് നിന്റെ വിശ്വാസമുണ്ട്, എന്റെ മഹത്വം ഒന്ന് ഇറങ്ങി കാണിക്കാം ഇവിടെ. Are you with me? എനിക്ക് നിന്റെ വിശ്വാസമുണ്ടെങ്കിൽ മാർത്തെ, എനിക്ക് ഇന്ന് രാത്രി എന്റെ മഹത്വത്തെ ഞാനൊന്ന് പ്രകടമാക്കാം. ഇന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ടോ? ഈ വാണിയംകുളത്തി ഗ്രൗണ്ടിനകത്ത് സ്വർഗത്തിന്റെ മഹത്വം ഇറങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിച്ചാൽ മഹത്വം കാണും. നോക്ക്, ആ പദം ഞാൻ പറയുന്നത്. വിശ്വസിച്ചാൽ നിങ്ങൾ പഴയതുപോലല്ല. You will going to see the glory of God. You will come and see the glory of God. നിങ്ങൾ ഇത് കാണാൻ പോകുന്നത് എന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ല. മഹത്വത്തിനകത്ത് എന്ത് നടക്കും? ഒരിക്കൽ എന്റെ മേൽ ഈ മഹത്വം എന്ന് ഇറങ്ങി. ഞാൻ പേടിച്ചത് ഈ മഹത്വം ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്നെ പേടിക്കാൻ തുടങ്ങി. ഓ ശരബബ, ഇതുവരെ നീ എന്തിനെ പേടിച്ചോ അത് നിന്നെ പേടിക്കും. ഇതുവരെ നിന്നെ കെട്ടിയോ അതിനെ നീ തിരിച്ചു കെട്ടും. ഇതുവരെ ഏത് നിന്നെ ഒതുക്കിയോ പ്രേംകുമാർ അതിനെ നീ തിരിച്ചൊതുക്കും. ഓ, മഹത്വം ഇറങ്ങിയാൽ നിന്നെ ഭയപ്പെടും, നീ ഒതുക്കും, നീ ചവിട്ടും. നിന്നെ ഭയപ്പെട്ടത്, ആമേൻ, നീ ഭയപ്പെട്ടത് നിന്നെ ഭയപ്പെടും. വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നു എങ്കിൽ ഞാൻ പറയാം, ഈ മഹത്വം കൊണ്ട് ആമേൻ ഹല്ലേലൂയ ആമേൻ വിലാപത്തിന്റെ പന്തല് കെട്ടിയ മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ അടുത്ത ദിവസം സന്തോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം നടന്നു. ഒരു മഹത്വം ഇറങ്ങിയതാ. യേശു ലാസർ ഉയർക്കുമെന്ന് പറഞ്ഞില്ല. യേശു കല്ലറക്കത്തിൽ നിന്ന് ഉയർക്കുമെന്നല്ല പറഞ്ഞ, മഹത്വം വരുമെന്ന് പറഞ്ഞേ. ആമേൻ. എങ്കിൽ ഇന്ന് രാത്രി പറ, എന്റെ മേലെ മഹത്വം ഇറങ്ങാൻ പോവുക. എന്റെ മേലെ തെളിയിച്ചിട്ടേ പോകൂ. അവൻ എന്റെ മേലെ മഹത്വം ഇറങ്ങാൻ പോവുക. എന്റെ മേലൊന്ന് മഹത്വം ഇറങ്ങിയാൽ, എന്റെ മേലൊന്ന് മഹത്വം ഇറങ്ങിയാൽ, ഇതുവരെ മരിച്ചു കിടന്ന എന്റെ കുടുംബത്തിന്റെ അവസ്ഥ, എന്റെ തലമുറയുടെ അവസ്ഥ, എന്റെ കുടുംബജീവിതത്തിന്റെ അവസ്ഥ, എന്റെ സാമ്പത്തികത്തിന്റെ അവസ്ഥ, ഏത് അവസ്ഥയാണോ ഇതുവരെ മരിച്ചു കിടന്നത്, അത് റിസറക്ട് ചെയ്യാൻ പോവുക. അതിവിടെ ഉയർക്കാൻ പോവുക. അത് ഉയർത്താൽ ദേശം മുഴുവനും നിന്ദിയായിരിക്കും. ഗ്ലോറി, ഗ്ലോറി. ഈ ലാസറിന്റെ വിഷയത്തില്
പരിശുദ്ധാത്മാവിൽ നിന്നൊരു ദൂത വരുന്നു. അതിന്റെ ഒന്നെടുക്കാമോ എന്റെ കൂടെ? 2-3 ദൂത് പറഞ്ഞിട്ട് എനിക്ക് ഇന്ന് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ആമേൻ. നിങ്ങൾ അതിന്റെ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം ഒന്ന് വെച്ച് 11-ന്റെ 6 ശ്രദ്ധിച്ചിരിക്കണേ. എന്നിട്ട് വേണം എനിക്ക് ആ മഹത്വത്തെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന് വായിച്ചേ. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറേ. എന്തോ എന്നിട്ടും അവൻ എന്നിട്ടു അപ്പൊ യേശുവിനെ അറിയിച്ചു. ലാസർ എന്താ പറ്റി? ദീനമാണ്. ലാസർ സീരിയസ് ആണ്. അവൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി അറിയിച്ചു. അഡ്മിറ്റ് ചെയ്തെന്ന് അറിയിച്ചു. കാഷ്വാലിറ്റി നേരെ ICU കയറ്റിയെന്ന് അറിയിച്ചു. യേശു അനങ്ങിയില്ല. ICU നേരെ വെന്റിലേറ്റർ കയറ്റിയെന്ന് അറിയിച്ചു. യേശു അനങ്ങിയില്ല. ശ്രദ്ധിക്കണേ, യേശു അനങ്ങിയില്ല. നമുക്കും അങ്ങനല്ലേ? പലതും അറിയിച്ചിട്ട് യേശു അനങ്ങുന്നില്ല, പലതും പറഞ്ഞിട്ട് അനങ്ങുന്നില്ല. കഴിഞ്ഞ കൺവെൻഷൻ ഇവിടെ വന്നുണ്ട് പ്രാർത്ഥിച്ച പലതിനും ഇപ്പോഴും മറുപടിയില്ല. പലതിനും അറിയിച്ചിട്ടും യേശു അനങ്ങിയിട്ടില്ല. പേടിക്കണ്ട, ഇന്ന് അനങ്ങാൻ പോവുക. അതാ ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞത്, നീ ദൂത് പറയണമെന്ന്. എന്നിട്ടും യേശു വായിച്ചേ. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് അവൻ കേട്ടാറേ. താൻ അന്നിരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. അത് കഴിഞ്ഞ് അതിന്റെ ശേഷം അവൻ ശിഷ്യന്മാരോട്, നാം വീണ്ടും യഹൂദയിലേക്ക് പോകാ എന്ന് പറഞ്ഞു. മതി. യേശു 2 ദിവസം പിന്നെ പാർത്തു. നമ്മളാണെങ്കിൽ എങ്ങനെ ദീനമായി കിടക്കുന്നത് കേട്ടാ പ്രേംകുമാർ വാസാണ് അവിടെ ഇരിക്കുവോ? ഓടും അല്ലേ? യേശു അങ്ങനല്ല. യേശു അവിടെ തന്നെ ഇരുന്നു. ഈ മഹത്വം വെളിപ്പെടണമെങ്കിൽ നമ്മുടെ ചിന്തയ്ക്കപ്പുറത്താ കാര്യങ്ങൾ. ഒരു സാധ്യതയില്ലാത്തടത്തെ മഹത്വം ഇറങ്ങും. ഇനി ഒരു സാധ്യതയില്ല. നാറ്റം വെച്ചു. നിന്റെ ഇമാജിനേഷനും നിന്റെ സങ്കല്പങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി ആമേൻ നീ കൈവിട്ടു എന്ന് നീ ചിന്തിക്കുമ്പോൾ മഹത്വം നടക്കാൻ തുടങ്ങും. ഇരിക്കുന്നിടത്തുനിന്ന് പൊങ്ങാൻ തുടങ്ങും. കഴിഞ്ഞടാ, ഇനിയും അവന്റെ കൈക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. ഇനി ഒരു മനുഷ്യന്റെ കൈക്ക് പ്രവർത്തിയില്ല. ഇനി ആർക്കും സാധ്യമല്ല. ഇനി ഞാൻ തന്നെ ഇറങ്ങിയെങ്കിലേ പറ്റൂ എന്ന് അവൻ മനസ്സിലാകുന്നിടത്ത് മഹത്വം എഴുന്നേറ്റു. അവൻ ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റു. ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടില്ലെന്ന് പറഞ്ഞ് വിഷമിക്കരുത്. നിങ്ങൾ ഐശ്യ പ്രവാചകന്റെ പുസ്തകം എഴുതേ. ഐശ്യ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. ഇന്ന് രാവിലെ കർത്താവിനോട് സംസാരിച്ച ദൂതായത് 30-ന്റെ 18. യഹോവ നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കുന്നു, അതുകൊണ്ട് അവൻ നിങ്ങളോട് കരുണ കാണിക്കാതെ വണ്ണം ഉയർന്നിരിക്കുന്നു. യഹോവ ന്യായത്തിന്റെ ദൈവമല്ലോ, അവനായി കാത്തിരിക്കുന്നവരൊക്കെയും. ഞാൻ വചനം വായിക്കുന്നത് അർത്ഥം എന്നറിയാം. ആകാശം മാറിയാലും ഭൂമി മാറിയാലും ഇതിന് മാറ്റമില്ല. 2, ദൈവത്തിന്റെ മേൽ വചനം എന്ന വാള് കയറണം. ഹല്ലേലൂയ. വചനമെന്ന വാള്, ഈ വാള് കയറിയാൽ ഹല്ലേലൂയ മഹത്വം ഇറങ്ങിക്കൊണ്ടിരിക്കും. നമ്മളെ ഒന്നുകൂടെ വാക്യം ഒന്ന് വായിച്ചേ. യഹോവ നിങ്ങളോട് കൃപ കാണിക്കാൻ താമസിക്കുന്നു. അങ്ങനെയല്ലേ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, എത്ര വർഷമായി ഞാൻ പ്രാർത്ഥിക്കുന്നു, എനിക്കൊരു മറുപടിയില്ല. എത്ര നാളായി പ്രാർത്ഥിക്കുന്നു, എന്റെ രോഗത്തിന് സൗഖ്യമില്ല. എത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്റെ പ്രശ്നത്തിന് പരിഹാരമില്ല. എവിടെയെല്ലാം ഞാൻ പോയി, എങ്ങും ഒരു പരിഹാരമില്ല. എല്ലാ ദൈവദാസന്മാരോടും ഞാൻ പറഞ്ഞു, ഒരു പരിഹാരമില്ല. ആമേൻ. ദൈവം താമസിക്കുക. അടുത്ത വചനം, യഹോവ താമസിക്കുന്നു. അടുത്തത്, അതുകൊണ്ട് അവൻ നിങ്ങളോട് കരുണ കാണിക്കാതെ വണ്ണം ഉയർന്നിരിക്കുന്നു. അവൻ കരുണ കാണിക്കാതെ ഉയർന്നിരിക്കുക. യഹോവ ന്യായത്തിന്റെ ദൈവമല്ല. ശ്രദ്ധിച്ചേ, അവൻ ഉയർന്നിരിക്കുക, കരുണ കാണിക്കാതെ ഉയർന്നിരിക്കുക. ന്യായത്തിന്റെ ദൈവമല്ലോ. അടുത്തത്, അവനായി കാത്തിരിക്കുന്നവരൊക്കെയും കണ്ടോ ഭാഗ്യവാന്മാർ. എന്തെടുക്കണം? ഇന്ന് രാത്രി കാത്തിരിക്കുന്നവരുണ്ടോ? ഇന്ന് ഒരു വിടുതലിന്റെ രാത്രിയാ. വെറുതെ പറഞ്ഞു വെച്ച് പോകില്ല. തമ്പുരാൻ ചെയ്യുന്ന എനിക്ക് ഉറപ്പാ.
ഇന്ന് വാണിയംകുളത്തോട് ഞാൻ വിളിച്ചു പറയുന്നു, ഈ ശബ്ദപരിധിക്കകത്ത് കേൾക്കുന്നവരോട് പരിശുദ്ധാത്മാവിന്റെ ദൂത ഞാൻ വിളിച്ചു പറയുന്നു. അവൻ വന്നവരും കേട്ടവരോടും ഞാൻ പറയുന്നു, ദൈവം ചിലത് ചെയ്യാൻ പോകുക. ദൈവം ഇതുവരെ നിന്റെ കാത്തിരിപ്പിന് മറുപടി, നിന്റെ തലമുറയുടെ, നിന്റെ കുടുംബത്തിന്റെ, നിന്റെ വ്യക്തിപരമായ വിഷയത്തിന്റെ മേൽ എന്റെ സ്വർഗത്തിന് ഒരു മറുപടി തരാനുണ്ട്. കാത്തിരിക്കുന്ന നീ ഭാഗ്യവാൻ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ, ഇന്ന് രാത്രി ചില ശക്തിയെ പുതുക്കാൻ പോവുക. ഇന്ന് രാത്രി ചില ശക്തിയെ പുതുക്കാൻ പോവുക. ഈ മാണിയാംകുളം കൺവെൻഷന്റെ 5ാമത്തെ വർഷത്തെ കൺവെൻഷന്റെ ഈ സെക്കൻഡ് ലാസ്റ്റ് ഡേ എന്റെ ദൈവത്തിന് ചിലത് ശക്തിയെ പുതുക്കാനുണ്ട്. ചിലത് കഴുകനെ പോലെ ചിറകടിച്ച് പറക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഞാൻ വേഗത്തിലോടട്ടെ. അതിന്റെ തന്നെ ഹല്ലേലൂയ 15ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ഇസ്രായേലിന്റെ പരിശുദ്ധനായി യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. സ്തോത്രം. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങൾ രക്ഷിക്കപ്പെടും. അടുത്ത പദം ശ്രദ്ധിച്ചു പോണേ. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും. ആശ്രയിക്കണേ, വിശ്വസിക്കണം. വിശ്രമിക്കണേ, വിശ്വസിക്കണം. പ്രശ്നത്തിന്റെ നടുവിൽ റെസ്റ്റ് എടുക്കാൻ അറിയാം എന്നും പറഞ്ഞ് ഇന്ന് രാത്രി തീരുന്നില്ല. പ്രതികൂലത്തിന്റെ നടുവിൽ ചുമ്മാ റെസ്റ്റ് എടുക്കാൻ അറിയാം. I love you Jesus. I love you my master. നിന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ നിനക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ അറിയാവോ? ഓടിക്കോ ഇഷ്ടം പോലെ. പ്രശ്നത്തിന്റെ നടുവിൽ ഒന്നും ചെയ്യണ്ട. ദേവദാസനെ, ഏലിയാവ് ഒരിക്കലേ ഇസബേലിന്റെ വാക്കിന്റെ മുന്നിൽ ചെന്നിട്ട് ചൂരച്ചെടിയുടെ തണലിലോട്ടം കിടന്നു. റെസ്റ്റ് മതി, ഞാൻ ശുശ്രൂഷ നിർത്തി പറഞ്ഞിട്ടില്ലേ? ഇനി വേണ്ടെന്ന് പറഞ്ഞില്ലേ? മടുത്തെന്ന് പറഞ്ഞില്ലേ? ഇനി മുന്നോട്ടില്ലെന്ന് പറഞ്ഞില്ലേ? മുറിക്കകത്ത് കയറി വാതിൽ അടച്ചില്ലേ? പക്ഷേ ആ റെസ്റ്റ നിങ്ങളുടെ ബലമായത്. നിന്റെ ചിന്തകൾക്കപ്പുറത്ത് ഈ ഓൺലൈനിൽ എന്നോട് കേൾക്കുന്നവരോട് ഞാൻ ദൂത് പറയാം. നിന്റെ വിചാരങ്ങൾക്കപ്പുറത്ത്, നിന്റെ മനസ്സിലെ നിരൂപണങ്ങൾക്കപ്പുറത്ത് ഇന്ന് രാത്രി നിന്റെ ഭാരം യഹോവയിൽ നിന്ന് വെച്ച് something glorious is going to happen here. ഇന്ന് രാത്രി അതൊന്ന് മാറ്റി വെച്ച് എന്നിട്ട് പറ, ഞാൻ വിശ്രമിക്കാൻ പോവുക. ഞാൻ വിശ്രമിക്കാൻ പോവുക. ആ താതന്റെ മാർവിലേക്ക് ഞാനൊന്ന് കിടക്കാൻ പോവുക. എന്റെ പ്രശ്നത്തിന് പരിഹാരം തരാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്ക് കഴിയില്ല. എന്റെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്ക് കഴിയില്ല. ഇതിന് പരിഹാരം തരാൻ ആർക്കും കഴിയില്ല. പക്ഷേ വചനം പറയുന്നു, വചനം പറയുന്നു, വചനം പറയുന്നു. നീ വിശ്രമിക്കാമോ? ആ സഹോദരൻ എഴുതിട്ട് യു എഴുതിട്ട് സിസ്റ്ററെ യു എഴുതിട്ടോ. അത് തന്നെ ഇപ്പുറത്ത് യു എഴുന്നേറ്റ്. നാളുകളായി നീ കരയുന്ന ചില വിഷയം നീ പോരുമ്പോ ചോദിച്ചില്ലേ, ഒരു ദൈവശബ്ദം എനിക്ക് ഉണ്ടോന്ന്? 7 ദിവസങ്ങൾക്ക് പുറകിൽ നീ വിശ്രമിക്കാൻ കഴിയാതെ, ഉറങ്ങാൻ കഴിയാതെ, നിന്റെ ഹൃദയം ഒരു നെരിപ്പോട് കണക്കെ നീ വിങ്ങുന്നവളാ. ഓ റമാഥിയാന്തരേ വൈഷമനഘടക. പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ഭവനത്തിനകത്ത് ദൈവത്തിന്റെ ഒരു സന്ദർശനം വെളിപ്പെടാൻ പോകുക. നിനക്കെതിരെ ചെയ്ത അമ്പുകൾ സ്വർഗം എടുത്തിട്ട് തിരിച്ചയക്കാൻ പോകുന്നു. നിന്നെ കുത്തിയതിനെ നീ തിരിച്ച് അവൻ സ്വർഗം ചിലത് പ്രവർത്തിക്കുന്നത് നീ കാണാൻ പോവുക.
നീ വിശ്രമിക്കാമോ? ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ ജീവിതത്തിൽ അടഞ്ഞ ചിലതിനെ സ്വർഗം തുറക്കാൻ പോവുക. കഴിഞ്ഞെന്ന് പറഞ്ഞ ചിലതിനെ, അടച്ചു കളഞ്ഞ ചിലതിനെ സ്വർഗം പറയുന്നു നീ വിശ്രമിക്കാൻ തയ്യാറായിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ദൈവം ചിലത് തിരിച്ചു റീഓപ്പൺ ചെയ്യാൻ പോകുന്നു. അടച്ചു വെച്ച ചിലത് സ്വർഗം റീഓപ്പൺ ചെയ്യാൻ പോകുന്നു. വീണ്ടും അപ്പതം പറയുന്നു, തിരിച്ചു തുറക്കാൻ പോകുന്നു. അവസാനിച്ചില്ല, ആരംഭിക്കാൻ പോവുക. സ്തോത്രം. ഇന്ന് രാത്രി ദൂത് നിന്നോടാ പറയുന്നത്, ആ വാക്യം നിന്നോടാ പറയുന്നത്. വിശ്രമിക്കുന്നതും ആശ്രയിക്കുന്നതും നിന്റെ ഫലം. ഇരുന്നാട്ടെ. വിശ്രമിക്കുക, ആശ്രയിക്കുക. മോനെ, ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുമ്പോഴേ മതിയെന്ന് പറഞ്ഞ് പുസ്തകം മടക്കി വെച്ചോണ്ടാ കിടക്കുന്നത്. പുസ്തകം എടുത്ത് മാറ്റി വെച്ചു. തണലിൽ കിടക്കുക, മരിച്ചാ മതി. എന്താ വേണം? മരിച്ചാ മതി. എന്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ ശ്രേഷ്ഠനല്ല. പക്ഷേ ഇവൻ പഠിച്ചത് കൊച്ചിൻ ബൈബിൾ കോളേജിലല്ല, SABCയിലല്ല, ഹെബ്രോനിലല്ല, GFAലല്ല. ഇവനെ പഠിപ്പിച്ചത് സ്വർഗത്തിന്റെ ബൈബിൾ കോളേജിലാണ്. ചെലവ് മുടക്കിയത് സ്വർഗമാ. എന്നൊരു ദൂത് പറയാം, നിന്നെ സ്വർഗമാ പഠിപ്പിച്ചതെങ്കിൽ, നിന്നെ സ്വർഗമാ ഇവിടെ വരെ കൊണ്ടുവന്നതെങ്കിൽ വഴിക്ക് വെച്ച് നിർത്തിവെച്ചു പോകാനല്ല നിന്നെ വിളിച്ചത്. നീ കിടക്കുന്നിടത്ത് നിന്നെ തട്ടി ഉണർത്തി സ്വർഗത്തിൽ ചുട്ട ആടയും വെള്ളവും തന്ന് അടുത്തൊരു ഓട്ടത്തിനു വേണ്ടി നിന്നെ ശക്തീകരിക്കാം. എനിക്കറിയാം, മാണിയാങ്കുളത്ത് വന്നിരിക്കുന്ന, ഇന്ന് രാത്രി പ്രശ്നങ്ങളുടെ നടുവിൽ വന്നിരിക്കുന്ന ചിലതിനെ സ്വർഗമെന്ന ദൂതനെ വിട്ടിച്ച് തട്ടി ഉണർത്താൻ പോവുക. ദൂതനെ വിട്ട് അവൻ ചിലതിന്റെ ഫയലുകൾ സ്വർഗം തട്ടി ഉണർത്താൻ പോവുക. ചിലത് തുറക്കാൻ പോവുക. അടച്ചു കളഞ്ഞത്, അവൻ സാധ്യതകളില്ലാത്തത് സ്വർഗം തുറന്നിട്ട് സ്വർഗം പറയാൻ പോവുക. ചെയ്യും തടുക്കുന്നത്. ഈ ആദ്യം കൊണ്ട് കൊടുത്തത് കുടിച്ചു, കഴിച്ചിട്ട് പറഞ്ഞു, കൊള്ളാം, നല്ല സാധനം, ഞാൻ നിർത്തി, കിടക്കാൻ പോകും. പുള്ളി കിടന്നുറങ്ങി, സുഖമായിട്ട് കിടന്നുറങ്ങി. വീണ്ടും കൊണ്ടുവന്ന ദൂതം പറഞ്ഞു, കഴിക്ക്. പ്രശ്നത്തിന്റെ നടുവിൽ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നു നിങ്ങൾക്ക്? കഴിക്കാൻ തോന്നുന്നു പ്രശ്നം എവിടെ? ഒരുവനെ പ്രതികൂലത്തിന്റെ ആധിക്യത്തിലൂടെ പോയിട്ടുണ്ടെങ്കിൽ, ഇന്നിവിടെ നിൽക്കുന്നത് അതുകൊണ്ടാണ്, ഇതനുഭവിച്ചത് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, കിടന്ന ഉറക്കം വരില്ല, കടന്നിറഞ്ഞൊഴുകും, ഭാരം തിങ്ങി വിങ്ങും, പറയാൻ ആരുമില്ല, കേൾക്കാൻ ആരുമില്ല, മനസ്സിലാക്കാൻ ആരുമില്ല, കൂടെ നിൽക്കാൻ ആരുമില്ല. പക്ഷെ ഒരു പദം പറയാം, നിന്റെ അരികിൽ ഇറങ്ങി വന്ന് നിന്നെ തട്ടി ഉണർത്തുന്ന ഒരു കർത്താവുണ്ട്. ആരും നിനക്കില്ലാതാക്കിയത് എന്തിനാന്നറിയാം? നിന്നെ ഒറ്റയ്ക്കാക്കിയത് എന്തിനാന്നറിയാം? തമ്പുരാൻ കൂടെ ഒന്ന് കാണിക്കാനാ. സ്വർഗം നിന്റെ കൂടെ ഒന്ന് കാണിക്കാനാ. എല്ലാരും നിനക്കെതിരെ തിരിഞ്ഞത് എന്തിനാന്നറിയാം? സ്വർഗം നിന്റെ കൂടെ ഒന്ന് കാണിക്കാനാ. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, അവങ്കലേക്ക് നോക്കിയവർ അവരുടെ മുഖമോ. പക്ഷെ ഈ പ്രവാചകൻ അങ്ങനല്ലായിരുന്നു. കൊടുത്തത് കഴിച്ചു. ഭയങ്കര കോൺഫിഡൻസ് ഏലിയാവിന്. സ്വർഗത്തിന്റെ ഭക്ഷണം കഴിച്ച അസാധാരണ മനുഷ്യൻ. കാക്ക കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴും പുള്ളി തപ്പിയില്ല എവിടുന്നാണ്. കാക്കയുടെ റൂട്ട് മാപ്പ് നോക്കാത്ത മനുഷ്യനായിരുന്നു ഏലിയാവ്. ആണോ? ചൂരച്ചെടിയുടെ തളർന്നു കിടക്കുമ്പോഴും അതിനെവിടുന്ന് അപ്പം വന്നെന്ന് തിരക്കാത്തൊരു മനുഷ്യൻ. ഉറപ്പാ ദേശത്ത് വെള്ളം വറ്റിയാലും ദേശത്തപ്പം നിന്നാലും എനിക്ക് വേണ്ടി ഒരു കരം എഴുന്നേൽക്കും.
വിശ്രമിക്കുന്ന എനിക്ക് വേണ്ടി ഏതെല്ലാം ക്രൈസിസ് എവിടെല്ലാം പൊങ്ങിയാലും എനിക്ക് വേണ്ടി എന്റെ മോർഗേജ് മുടങ്ങത്തില്ല, എന്റെ ലോണ് മുടങ്ങത്തില്ല, എന്റെ ജോലി നഷ്ടപ്പെടില്ല, എന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നന്മ മുടങ്ങില്ല. കാരണം എനിക്കൊരു ദൈവമുണ്ട്. എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു കർത്താവുണ്ട്. ഞാൻ ആരെ സേവിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഇന്ന് രാത്രി വിളിച്ചു പറ, ഇന്ന് രാത്രി വാണിയംകുളം വിളിച്ചു പറ, ഞാൻ ആരെ സേവിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ആരെ പേടിക്കുന്നത്? പ്രശ്നത്തെയോ? പ്രശ്നം നിന്നെ പേടിക്കുന്ന ഒരു സമയമുണ്ട്, അറിയാവോ? പ്രശ്നം നിന്നെ പേടിക്കുന്ന ഒരു സമയമുണ്ട്. യേശുവിന്റെ ജനനം മുതൽ അല്ല, ഉൽപ്പത്തി പുസ്തകം 3:15 മുതൽ ആമേൻ ആമേൻ കർത്താവ് പറയുന്ന ഒരു ദൂതുണ്ട്. സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കുമെന്ന്, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കുമെന്ന് പറഞ്ഞ ദൂത് എവിടൊക്കെ വെളിപ്പെട്ടോ അവിടെല്ലാം എഴുന്നേറ്റതിനെ തകർക്കാനാ പിശാച് നോക്കിയത്. വാണിയാങ്കുളത്ത് എഴുന്നേറ്റ പലതിനും തകർത്തു. പക്ഷേ നിന്റെ കുടുംബത്തെ പേടിപ്പില്ല. സ്വർഗം നട്ടതിനെ തൊട്ടതിനെ തട്ടുന്നൊരു ദൈവമുണ്ട്. ചങ്കൂറ്റത്തോടെ പറയുന്നേ, നട്ടതിനെ തൊട്ടതിനെ തട്ടുന്നൊരു ദൈവമുണ്ട്. വാണിയാങ്കുളം ഇത് വെറുതെ പറയല്ല, അനുഭവത്തിൽ പറയുക. സ്വർഗം അസാധാരണമായി ചെയ്യും. അങ്ങനെ യേശുവിനെ തട്ടാൻ നോക്കിയത്, യേശുവിനെ തൊടാൻ നോക്കിയത്. അപ്പോഴാ യേശു കല്ലറയ്ക്ക് വന്നു എന്ന് പറഞ്ഞത്. മരണമാണല്ലോ അവസാനം. എന്താ? എല്ലാത്തിന്റെ അവസാനം എന്താ? പറ. മരണം. പറഞ്ഞു മഹത്വം വെളിപ്പെടുത്താൻ പോവുക. എല്ലാത്തിന്റെ അവസാനം മരണമാണെന്ന് നീ പറയുന്നിടത്ത് എനിക്ക് പറയാൻ ഒരു ദൂതുണ്ട്. മരണമല്ല അവസാനം, അപ്പുറത്ത് എന്റെ മഹത്വത്താൽ മരണത്തെ മാറുന്ന, എന്റെ മഹത്വത്താൽ മരണം മാറുന്ന. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നുകൂടെ ആ വായിച്ച വാക്യം ഒന്ന് വായിക്കാമോ? എന്തോ അതിനകത്തൂടെ ഒന്നുകൂടെ പോകാൻ പരിശുദ്ധാത്മാവ് എനിക്കൊരു നിയോഗം തരുന്നു. അതുകൊണ്ട് യഹോവ നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കുന്നു, അതുകൊണ്ട് അവൻ നിങ്ങളോട് കരുണ കാണിക്കാതെ വണ്ണം ഉയർന്നിരിക്കുന്നു. യഹോവ ന്യായത്തിന്റെ ദൈവമല്ല. 30:15 ഇസ്രായേലിന്റെ പരിശുദ്ധനായി യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ 40 ഉപസിക്കരുത്, 21 ഉപസിക്കരുത്, 3 ഉപസിക്കരുത്, ഒന്നും ചെയ്യണ്ട. ഒന്ന് മനസ്സൊന്ന് മാറ്റിയിട്ട് അടങ്ങിയിരുന്നേ. കയ്യും കെട്ടി കൂടായിട്ടൊന്നിരുന്നേ. ഒരു പ്രതികൂലത്തിന്റെ നടുവില് എനിക്കറിയാവുന്ന ഒരു ദേവദാസൻ, ഭയങ്കര പ്രശ്നം, വിദേശത്തായിരുന്നു അദ്ദേഹം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ തനിക്ക് എല്ലാം നഷ്ടപ്പെട്ട് അവിടുന്ന് താൻ ഓടി. സഭയ്ക്കകത്തും ആകെ പ്രശ്നമായി, തന്റെ ബിസിനസ്സും തന്റെ എല്ലാ മേഖലകളിലും തനിക്ക് പ്രശ്നമായി. താൻ തകർന്നു നിൽക്കുമ്പോൾ അവിടുന്ന് ഓടി താൻ ഇവിടെ വന്നു, കൊച്ചിയിൽ വന്ന് താൻ ദൈവസന്നിധിയിൽ ഇരുന്നു. 21 ദിവസം ഉപവസിച്ചു. എല്ലാവരും ശ്രദ്ധിക്കണേ, 21 ദിവസം ഉപവസിച്ചു. 21 ദിവസം ഉപവസിച്ചിട്ട് മറുപടിയില്ല. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും താൻ 21 ഇരുന്നു. മൂന്നാമത്തെ ദിവസം അദ്ദേഹം ഒന്ന് വിളിച്ചു, പാസ്റ്റേ, ഞാൻ കഴിഞ്ഞ ആഴ്ച 21 കഴിഞ്ഞേ ഉള്ളൂ, വിഷയത്തിന് മറുപടിയില്ല, അടുത്തൊരു 21 തുടങ്ങുക. ഒന്ന് പ്രാർത്ഥിച്ചു. 3 ദിവസമായി. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഉപവസിക്കണ്ടെന്ന് പറഞ്ഞു. പോക്കറ്റ് എത്ര രൂപയുണ്ട്? ആകെ പാസ്റ്റേ 250 രൂപയേ ഉള്ളൂ. ഇപ്പൊ എവിടെ ഉണ്ട്? ഞാൻ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്തൊരു ഹോസ്റ്റലില് താമസിക്കുക. അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് നേരെ
കായസിന്റെ ബിരിയാണി വാങ്ങിച്ച് കഴിച്ച് വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങാൻ പറഞ്ഞത് വാചകമാണ്. 250 രൂപയ്ക്ക് ഉള്ളൂ, അത്രേ ഉള്ളൂ പോക്കറ്റിൽ. മില്യൺസ് കയ്യിലുണ്ടായിരുന്ന മനുഷ്യനാ. സകലം തകർന്നു. ഒരു പാസ്റ്ററാ, ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സകലം തകർന്നു. വിളിച്ച ദൈവദാസൻ പറഞ്ഞൊരു വാചകം, 250 രൂപ ഒരു ഓട്ടോ വിളിച്ച് നേരെ ആ ഡെർബാറിന്റെ അവിടുത്തെ കായസിന്റെ ബിരിയാണി കടയിൽ ചെന്ന് ഒരു ബിരിയാണി വാങ്ങിച്ച് കഴിച്ചു തിരിച്ചു വന്ന് കയറി കിടന്ന് ഉറങ്ങ. വിശ്രമിക്കാൻ. സ്തോത്രം. നിങ്ങളെ പദം കേട്ടോ, വിശ്രമിക്കാൻ. നിന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തി. നിന്റെ സമയത്തല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നിന്റെ ഉപവാസത്തിന്റെ ശ്രേഷ്ഠതയിലല്ല പ്രവർത്തിക്കുന്നത്. നിന്റെ കഴിവിന്റെ ശ്രേഷ്ഠതയിലല്ല പ്രവർത്തിക്കുന്നത്. നിന്റെ മിടുക്കന്റെ ശ്രേഷ്ഠതയിലല്ല. പ്രാർത്ഥന എത്തിയെങ്കിൽ അവിടെ ഒരു സമയമുണ്ട്. തക്ക സമയത്ത് തക്ക സമയത്ത് ഊത് പറയാം. മുഴുവനും വീട്ടി സ്വർഗം. അടുത്ത 21 ഇരിക്കേണ്ടി വന്നില്ല. മുഴുവനും വീട്ടി. വിശ്രമിക്കാൻ അറിയാവോ? ആശ്രയിക്കുന്നവൻ വിശ്രമിക്കും. ആശ്രയിക്കുന്നവൻ വിശ്രമിക്കും. ഇന്ന് രാത്രി പരിശുദ്ധ ഒരു പദം കൂടെ അതിനകത്ത് വരുന്നുണ്ട്. ആമേൻ. അതിന്റെ എനിക്കത് 18ാമത്തെ വാക്യമാണ്. 18ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. അതുകൊണ്ട് യഹോവ നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കുന്നു. അതുകൊണ്ട് അവൻ നിങ്ങളോട് കരുണ കാണിക്കാതെ വണ്ണം ഉയർന്നിരിക്കുന്നു. യഹോവ ന്യായത്തിന്റെ ദൈവമല്ലോ. അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. അടുത്തത്, യെരൂശലേമ്യരായ സിയോൻ നിവാസികളെ, ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. നിങ്ങളുടെ നിലവിളിയുടെ ഇനി കരഞ്ഞുകൊണ്ട്, ഇതാരോട് പറയാൻ കർത്താവിനോട് പറഞ്ഞ വാക്കാ. ഇനി കരഞ്ഞുകൊണ്ട് ഇരിക്കണ്ട. അടുത്തെന്താ? നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായി കരുണ തോന്നും. അടുത്ത, അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരമരുളും. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് പറഞ്ഞിരിക്കയില്ല. മണിയങ്കുളത്ത് ഈ കൺവെൻഷൻ പന്തലിന്റെ അകത്ത് വന്നിരിക്കുന്ന ദൈവജനമേ, പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കത്തില്ല. ഇനി ശബ്ദം കേൾക്കാൻ പോവുക. മഹത്വമായവന്റെ ശബ്ദം. നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കാതെ നിന്നോട് സംസാരിക്കാൻ പോവുക. നിന്നോട് ഇടപെടാൻ പോവുക. നിന്റെ ഉപദേഷ്ടാവ് അവൻ നിന്നോട് നിന്റെ കാതിനകത്ത് ഇതാകുന്നു വഴി എന്ന്, അല്ലേ? അങ്ങനെ എഴുതിയിരിക്കുന്നത്. വൈര് വചനം വായിച്ച് കേൾപ്പിര്. സ്തോത്രം. കണ്ടുകൊണ്ടിരിക്കും. വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു. ഇതുവരെ കേൾക്കാത്ത ഒരു ശബ്ദം നീ കേൾക്കാൻ പോകുക. ഇതുവരെ കേൾക്കാത്ത ഒരു ശബ്ദം നിനക്ക് വഴി കാണിച്ചു തരുന്ന നിന്റെ ഉപദേഷ്ടാവ് വഴി ഇതാകുന്നു. ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. നീ കേൾക്കാൻ പോവുക. ഞാൻ കേൾക്കുമെന്ന് ഓർക്ക പറഞ്ഞേ. ഞാൻ കേൾക്കും. ഞാൻ എപ്പോഴും കേൾക്കും. ഞാൻ കേൾക്കും ആ ശബ്ദം. അങ്ങനെയെങ്കിൽ എന്നിട്ടും അവൻ 2 ദിവസം പാർത്തു. കണ്ടോ? എന്തിനാ? വഴി കാണിച്ചു തരാനാ. ഇതുവരെ കാണാത്ത ഒന്ന് നമുക്ക് കാണിച്ചു തരാനാ. ഇതുവരെ വെളിപ്പെടാത്ത ഒന്ന്. ഞാൻ അടുത്തൊരു ഭാഗത്തിലേക്ക് പ്രവേശിക്കട്ടെ. ദേവദാസന്മാരെ, ദൈവനെ ശ്രദ്ധിക്കണം. ഈ ലാസറിനെ ഉയർപ്പിക്കണമെന്നത് മാർത്തയ്ക്ക് അത്യാവശ്യമായിരുന്നു. സ്റ്റേജിൽ ഇരിക്കുന്നവരോട് ചോദിക്കാം, അവർ ഇച്ചിരിയുടെ വിശുദ്ധന്മാരും ഇച്ചിരി പക്വതയുള്ളവരും. മാർത്തയ്ക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നോ? ലാസർ ഉയർക്കണമെന്ന് മാർത്തയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഇല്ല. മറിയയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്നോ? ഒരു കൺഫ്യൂഷൻ. ഇവിടെ ആരുടെ നിർബന്ധമായി ലാസർ ഉയർക്കണമെന്ന്? പറ, ഉറക്കെ പറ. വേറെ ആർക്കെങ്കിലും അവിടെ നിർബന്ധമുണ്ടോ? കാര്യം തൊട്ടു മുമ്പ് ഒരു വാക്കുണ്ട്, 40:39. നാറ്റം വെച്ച് എന്തോ? ഈ നാറ്റം വെച്ചത് കൊണ്ട് ഇനി തുറക്കണ്ട. നാറ്റം വെച്ചത് കൊണ്ട് തുറക്കണ്ട. മനസ്സിലായോ? കാര്യം എന്നാ പറ്റി? ഇവിടെ നാറ്റമായി.
ഇനി അത് തുറക്കല്ലേ. ആങ്ങളെയാണേലും സ്വന്തക്കാരനാണേലും തുറക്കണ്ട. ഓ ഗോഡ്, നിങ്ങൾ മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞേ? മറ്റു പലയിടത്തും രോഗിക്ക് ആവശ്യമുണ്ടായിരുന്നു അല്ലേ? ഇവിടെ ലാസറിനെ ഉയർപ്പിക്കണമെന്ന് യേശുവിന് ഭയങ്കര നിർബന്ധം. പുസ്തകത്തിൽ ചെന്ന് വായിച്ചു നോക്കണം കേട്ടോ, പാസ്റ്റർ പറഞ്ഞത് ശരിയാണോ, ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കണം. 11-ാം അധ്യായം. ലാസർ ഉയർക്കണമെന്ന് ആർക്കാ നിർബന്ധം? യേശുവിന്. മാർത്തയ്ക്ക് ആവശ്യമുണ്ടോ? മറിയ പറഞ്ഞ നീ ഇവിടെ ഉണ്ടായിരുന്ന എന്റെ സഹോദരൻ. മാർത്തയും മറിയ ഒരുമിച്ച് പറഞ്ഞ നീ ഇവിടെ ഉണ്ടായിരുന്ന എന്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. ഇനിയിപ്പോ എന്താ പറ്റി? പോയി. സാരമില്ല, ഇനി ഒടുക്കത്തെ നാളിലൊന്ന് ഉയർപ്പിച്ച് കണ്ടാ മതി. ഇവിടെ ആർക്കും നിർബന്ധമില്ലാത്ത ചിലത് കർത്താവ് ചെയ്യാൻ പോവുക. ഞാൻ അതുകൊണ്ടാ ചില ദൂത് ഇവിടെ വിളിച്ചു പറഞ്ഞേ. നിങ്ങൾക്ക് സാധ്യതയില്ലെന്ന് നിങ്ങൾക്ക് വേണ്ടാന്ന് വെച്ചതും ഈ ദൂത് കയറി പിടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പബ്ലിക് സ്റ്റേജിൽ നിന്നുകൊണ്ട് പറയുക, കർത്താവിന്റെ വരവ് താമസമെങ്കിൽ അടുത്ത വർഷം ഞാൻ ഇവിടെ കാണും. നിങ്ങൾക്ക് വേണ്ടാന്ന് വെച്ചതും നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞതും സ്വർഗം നിങ്ങൾക്ക് തിരിച്ചു തരാൻ പോവുക. നിങ്ങൾക്ക് വേണ്ടാന്ന് നിങ്ങൾ ചിന്തിച്ചത് ഇനിയും സാധ്യതയില്ല എന്ന് പറഞ്ഞ് നാറ്റം വെച്ചു ഇനി ആ ചാപ്റ്റർ തുറക്കല്ലേ എന്ന് നീ വിശ്വസിച്ചത്, എന്ന് നീ പറഞ്ഞത്, സ്വർഗം പറയുന്നു തിരിച്ചോപ്പൺ ചെയ്യാൻ പോവുക. വിറ്റ നിന്റെ പ്രോപ്പർട്ടി നിന്റെ കയ്യിൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ? ആരോടാണെങ്കിലും കയറി എടുത്തു. നീ വിറ്റ് കളഞ്ഞത് മനസ്സോടല്ല, ആഗ്രഹത്തോടല്ല, നിവർത്തികേടുകൊണ്ട്. ആരോടാന്ന് എനിക്കറിയില്ല. പരിശുദ്ധാത്മാവോട് പറയുന്നു ഓർക്ക പറയാൻ. ഇനി അത് കിട്ടത്തില്ല, ഇനി സാധ്യതയില്ല. അല്ല, നിന്റെ കയ്യിൽ അത് നിന്റെ പേരിൽ അത് തിരിച്ചു വരും. അത് തിരിച്ചു വരും. അത് തിരിച്ചു വരും. Nothing is impossible with God. ദൈവത്താൽ അസാധ്യമായത് ഒന്നും ഇല്ല, ഒന്നും ഇല്ല. I love you Jesus. ഇവിടെ ലാസറിനെ ഉയർപ്പിക്കണമെന്ന് ആർക്കും ആഗ്രഹമില്ല, ഉയർക്കണമെന്ന് ആഗ്രഹമില്ല. പക്ഷെ യേശുവിന് മാത്രം കല്ലറയ്ക്ക് നിന്ന് പറയും, എൻ്റെ പൊന്നും മാർത്തയെ ഒന്ന് വിശ്വസിക്കുക പ്ലീസ്. ഞാനൊന്ന് മഹത്വം റിവീൽ ചെയ്യാൻ പോവുക. ഒന്ന് ഒരു ബഗ്ഗിയല്ലേ. ഒന്ന് ഞാനൊരു യേശുവിനോട് ചോദിച്ചു, കർത്താവേ എന്നോട് പിണങ്ങല്ലേ, കർത്താവേ എന്നോട് പിണങ്ങല്ലേ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്താ ഈ ലാസർ ഉയർക്കണമെന്ന് അങ്ങക്ക് എത്ര നിർബന്ധം? കേൾക്കണേ, ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാത്രി ഞാനിങ്ങനെ പുസ്തകമായിട്ടിരിക്കുമ്പോൾ ഈ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം പഠിച്ചോണ്ട് ഞാൻ ചോദിച്ചു, കർത്താവ് ഇങ്ങനെ ചോദിച്ചേ, കർത്താവേ പിണങ്ങല്ലേ, എന്നോട് വിഷമവും തോന്നല്ലേ. അങ്ങോട്ടാകുമ്പോൾ ചോദിക്കാമല്ലോ, എന്തിനാ ഈ ലാസറിനെ മാർത്തയുടെ വിശ്വാസം ജനിപ്പിച്ച് മറിയയുടെ കരച്ചില് കണ്ട് യഹൂദന്മാരുടെ നിലവിളി എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നേ? അവർക്ക് വേണ്ടാത്ത അങ്ങക്ക് എന്തിനാ? കർത്താവിനോട് പറഞ്ഞു, മോനേടാ അവർക്ക് വേണ്ട. ഇതിനകത്ത് ഞാൻ ഇച്ചിരി എഫേർട്ട് ഇട്ട് എന്തിനാണെന്നറിയാവോ? കൂടെ നിൽക്കണേ, കൂടെ നിൽക്കണേ. ഞാൻ എന്തിനാ ഇതിനകത്ത് ഇച്ചിരി എഫേർട്ട് ഇട്ട് നിനക്കറിയാവോ? ഇത്രയും പേര് വന്നിട്ട് അങ്ങ് രക്തസ്രാവക്കാരി വന്ന് തന്നെയാ തൊട്ടുപോയത്. നയിൻ പട്ടണത്തിലെ വിധവയുടെ കണ്ണുനീര് കണ്ടിട്ടാ സൗഖ്യമാക്കിയത് അല്ലേ? ഏതും നോക്കിക്കോ, ഭർത്തിമാരുടെ നിലവിളി കണ്ടിട്ട എല്ലാം. യേശു ഒരു എഫേർട്ട് അങ്ങോട്ട് ഇടുന്നില്ല. കൊള്ളാമെന്നൊക്കെ തോന്നിയിട്ടാ ശതാധിപന്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കിയത്. പക്ഷെ ഇതിനകത്ത് യേശു ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടുക. കർത്താവിനോട് പറഞ്ഞു, നിനക്ക് മിസ്റ്ററി അറിയണോ? ഞാൻ പറഞ്ഞു, എനിക്ക് അറിയണം. കർത്താവിനോട് പറഞ്ഞു, മോനെ നീ ആ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കടാ. 11:3. കർത്താവിനോട് നിനക്കത് അറിയണമെങ്കിൽ
നീ 11:3 വായിക്കാൻ പറഞ്ഞു. വായിച്ചേ. ആ സഹോദരിമാർ ആ അവന്റെ അടുക്കൽ ആളയച്ചു. ആ കർത്താവേ, നിനക്ക് പ്രിയനായവൻ, നിനക്ക് പ്രിയനായവൻ, നിനക്ക് പ്രിയനായവൻ, നിനക്ക് പ്രിയനായവൻ. എടാ, കല്ലറയ്ക്കകത്ത് കിടക്കുന്നത് മാർത്തയുടെ മറിയുടെ ആങ്ങളെ അല്ല. കല്ലറയ്ക്കകത്ത് കിടക്കുന്നത്, നാറ്റം വമിച്ച് കിടക്കുന്നത്, തുറക്കണ്ടെന്ന് പറഞ്ഞ് അടച്ചിട്ടത് എന്റെ പ്രിയനാ. God, I worship and give you glory. ആ കിടക്കുന്നത് എക്സ്ട്രാ എഫേർട്ട് ഞാൻ ഇട്ടതിന്റെ പിന്നിൽ അവനാരായെനിക്ക്, അവനെനിക്ക് പ്രിയനോ. ഞാൻ കരഞ്ഞു ദൈവദാസന്മാരെ. ആ ഒരു രാത്രി എന്റെ മുറിക്കകത്ത് എന്റെ കസേര എടുത്ത് ഞാൻ മാറ്റി, എന്റെ കട്ടിലിയ സൈഡിലോട്ടാക്കി, ഞാൻ തറയിലോട്ട് കിടന്നു, ഞാൻ കരയാൻ തുടങ്ങി. ലാസർ മാത്രമല്ല, എനിക്കും നിന്റെ പ്രിയനാകണോ. വാണിയങ്കുളവേ, നിങ്ങൾ പ്രിയരായതുകൊണ്ട് ഈ അഭിഷക്തനെ ഇവിടെ കൊണ്ടുവന്നത്, നിങ്ങൾ വേണ്ടതുകൊണ്ട് നാട്ടം ലഭിച്ച ഈ ദേശത്ത് ഈ കുടുംബം ഇവിടെ വന്നത്, ഞങ്ങൾ ഇവിടെ വന്നത്. അഞ്ചാമത്തെ വാക്യം, വേഴ്സ് 5. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. ആരും കേട്ടില്ലല്ലേ? ആരും കേട്ടില്ലല്ലേ? എന്താ പറഞ്ഞേ? അല്ല, ഒന്നുകൂടെ വായിര്. യേശു ആരാ? യേശു ആരാ? 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 സഭയൊന്ന് പറഞ്ഞേ. ആരെ സ്നേഹിച്ചു? മാർത്തയെയും മറിയെയും അവളുടെ സഹോദരൻ ലാസറിനെയും സ്നേഹിച്ചു. ആര് സ്നേഹിച്ചു? അച്ഛാ, സ്നേഹിച്ചവൻ കല്ലറയ്ക്കകത്ത് കിടക്കത്തില്ല. Oh God. സ്നേഹിച്ചവൻ കല്ലറയ്ക്കകത്ത് കിടക്കത്തില്ല. യേശു സ്നേഹിച്ചതാ നീയെങ്കിൽ, യേശുവിനെ സ്നേഹിച്ചതാ നീയെങ്കിൽ, നിന്റെ നാറ്റം വെച്ച അവസ്ഥ ഇന്ന് തുറക്കും. അതെങ്ങനെയാണെന്നറിയാമോ? ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ഗ്ലോറി വെളിപ്പെടുത്തി. ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ഗ്ലോറി വെളിപ്പെടുത്തി. വചനത്തിന്റെ ഒരു ഒഴുക്ക് പരിശുദ്ധാത്മാവിനെ തരിക. കാരണം ഇന്നലെ രാത്രിയും മെനഞ്ഞാത്ത രാത്രി കൊണ്ട് ഇവിടുത്തെ ചില കെട്ടുകളെ സ്വർഗം അഭിഷക്തനിലൂടെ അഴിച്ചെന്ന് എനിക്ക് ബോധ്യമായി. ഇന്ന് രാവിലെ എന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് സ്വർഗം അത് കാണിച്ചു. ഒരു മേഘം ഇവിടെ തുറന്നു കിടക്കുന്നത്, അവൻ ആകാശം തുറന്നു കിടക്കുന്നത് ഞാനിവിടെ കണ്ടു. ഇന്നലെ അഭിഷക്തൻ ചിലതിനെ അഴിച്ചു, ഈ ദേശത്തിന് മേൽ ഇവിടെ അഴിഞ്ഞു. സ്വർഗം പറഞ്ഞു, ഇവിടെ ഞാൻ എന്റെ മഹത്വം ഇറക്കും. എത്ര വായിച്ചാലും എനിക്ക് ആ വാക്യം നിർത്താൻ കഴിയത്തില്ല. ക്ലോക്കിന്റെ സ്പീഡ് ഒന്ന് പിടിച്ചു നിർത്തുക യാസിനെ. ഞാനൊന്ന് പ്രസംഗിക്കട്ടെ. എൻ്റെ കർത്താവിനെ, എൻ്റെ രക്ഷിതാവിനെ ഞാനൊന്ന് പ്രസംഗിക്കട്ടെ. എനിക്ക് വേണ്ടി മരിച്ചവനെ ഞാനൊന്ന് പ്രസംഗിക്കട്ടെ. ഉയർത്തെഴുന്നേറ്റവനെന്ന് പ്രസംഗിക്കട്ടെ. അവിടെ പറയുന്നു, യേശു ആര്? എൻ്റെ പ്രാണപ്രിയൻ, എൻ്റെ യേശു. അവൻ മാർത്തയെയും മറിയയെയും അവരുടെ സഹോദരൻ ലാസറിനെയും സ്നേഹിച്ചു. 3-ാം വാക്യം പറഞ്ഞു, നിനക്ക് പ്രിയനായവൻ. ഇന്ന് ചങ്കത്ത് കൈവച്ചോണ്ട് പറയാമോ? പറയാൻ പറ്റുന്നവരെ പറയാവൂ. ഞാൻ എൻ്റെ കർത്താവിൻ്റെ പ്രിയനാ. ഞാൻ എൻ്റെ കർത്താവിൻ്റെ പ്രിയ മോനെ. പ്രിയ യേശുവിനെ വേണം പാടാൻ. എങ്ങനെ പാടണം? സ്നേഹിച്ചിട്ട് പാടണം, സ്നേഹിച്ചിട്ട് പ്രസംഗിക്കണം, സ്നേഹിച്ചിട്ട് കീബോർഡ് വായിക്കണം, സ്നേഹിച്ചിട്ട് ഗിറ്റാർ അടിക്കണം.
ഞാൻ പറയാം, നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് അവൻ സ്വർഗം ഇറങ്ങി നിൽക്കോ. സ്നേഹിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്കകത്ത്, സ്നേഹിക്കുന്നവന്റെ ആരാധനയ്ക്കകത്ത്, സ്നേഹിക്കുന്നവന്റെ അവൻ മെസ്സേജിനകത്ത്, സ്നേഹിക്കുന്നവന്റെ മുറിക്കകത്ത്. ഇപ്പൊ പ്രേംകുമാർ പാസ്റ്റർ എന്നോട് ചോദിക്കുക, ഇപ്പം പാസ്റ്ററെ സ്നേഹിച്ചിട്ട് മരിച്ചില്ലേ എന്ന്, തിരിഞ്ഞു നോക്കിയില്ലല്ലോ എന്നല്ലേ? അതങ്ങനെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ പ്രതികൂലം കൂടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ? കർത്താവിന്റെ പുറകെ നടക്കുന്ന നിങ്ങൾക്ക് പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? പാസ്റ്ററെ ഒന്ന് ചുമ്മാ ഇങ്ങനെ പറയാതെ ചങ്ക് തകരുക. ജീവിതത്തിൽ ഇറങ്ങി തിരിച്ച സമയം മുതൽ വിശ്വസ്തയോടെ നടന്നേ, ഇതുവരെ അങ്ങോട്ട് പ്രശ്നം മാറിയിട്ടില്ല. ഒന്ന് കഴിഞ്ഞ ഒന്ന്, പേടിക്കണ്ട. നിന്റെ ജീവിതത്തിൽ മഹത്വം ഇറങ്ങാനാ. ഈ നാറ്റം മുഴുവനും എന്തിനാണെന്നറിയാവോ? ഈ കല്ലറക്കകത്ത് ഒതുക്കാനല്ല. ഇനി 11ാം വാക്യം കൂടെ വായിച്ച് ഇന്നത്തെ മെസ്സേജ് നിർത്താം. ഇത് പറഞ്ഞിട്ട് അവൻ നമ്മുടെ സ്നേഹിതനായ യേശു പറയാ, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു. ആരാ? എന്റെ സ്നേഹിതൻ. ആരാ പാസ്റ്ററെ പറഞ്ഞേ? യേശു എന്താ പറഞ്ഞ? ലാസർ ആരാന്നാ? ലെവല് കണ്ടോ? 3 രാത്രി ഞാൻ എഴുന്നേറ്റില്ല ആ മുറിക്കകത്തുനിന്ന്. യേശു പറയാ, എന്റെ സ്നേഹിതൻ കല്ലറയ്ക്കകത്ത് നാറ്റം വെച്ച് കിടക്കുക. ഞാൻ എന്തെടുക്കാൻ പോവുക? നാറ്റത്തെ അങ്ങനെ നിർത്താൻ പോവാണോ? ഒറ്റ വാക്ക്, വാടാ. നീ എൻ്റെ ആണെങ്കിൽ, ഞാൻ നിന്റെ ആണെങ്കിൽ, നമ്മൾ ഒന്നാണെങ്കിൽ കല്ലറ തുറക്കും, നാറ്റം മാറും. ഇന്ന് രാത്രി ഏറ്റെടുക്കാൻ എത്ര പേരുണ്ട്? ഇന്ന് രാത്രി ഏറ്റെടുക്കാൻ എത്ര പേരുണ്ട്? യേശു ചോദിച്ചത് നിന്റെ വിദ്യാഭ്യാസമല്ല. യേശു ചോദിച്ചത് നിന്റെ കുടുംബ പാരമ്പര്യമല്ല. യേശു ചോദിച്ചത് നിന്റെ ധനമല്ല. യേശു ചോദിച്ചത് നിനക്ക് എന്നെ സ്നേഹിക്കാമോ? പറ്റുമോ? പറ്റുമോ? എന്താ? സ്നേഹിക്കാവോ? സ്നേഹിതനാകാൻ പറ്റുമോ? സ്നേഹിതനാകാൻ പറ്റുമോ? സ്നേഹിച്ചുണ്ടല്ലോ വിട്ടുപിരിയാൻ പിന്നെ നിങ്ങൾ പാടില്ല. പിന്നെ നിങ്ങൾ വേറെ ലെവല്ല. കെട്ടിപ്പിടിച്ചങ്ങ് നിൽക്കും. നിന്റെ പിന്നാലെ എന്നെ വലിക്ക. ഓ, ഈസിയ. കരയുന്ന ചില സഹോദരിമാരെ, നീ ഒത്തിരി സ്നേഹിച്ചില്ല യേശുവിനെ. നിന്റെ കല്ലറ അടിക്കാൻ പോവുക. ആ കല്ലുരുട്ടി മാറ്റി നിന്നെ പുറത്തെടുക്കുന്ന രാത്രിയാ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ചില സഹോദരന്മാരോട് ആരോടും പറയാത്ത ചില വേദനകളില്ലേ? നീ യേശുവിന്റെ സ്നേഹിതനാണോ? ആണോ? സ്വർഗം ഇന്ന് നിന്റെ കല്ലറയ്ക്കകത്തുനിന്ന് നിന്നെ പുറത്തെടുക്കാൻ പോവുക. നിന്റെ നാറ്റം വെച്ച വിഷയത്തിനകത്ത് എനിക്ക് കാണാൻ കഴിയുന്നു പല കണ്ണുകളും നിറഞ്ഞൊഴുകുക. സാധ്യതകളില്ലെന്നല്ല പറഞ്ഞത്. അല്ല അല്ല, സ്വർഗം ചിലത് ചെയ്യാൻ പോവുക. സ്വർഗം ചിലത് ചെയ്യാൻ പോവുക. സ്വർഗം നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോവുക. കയറുന്നെഴുന്നേറ്റെന്നേ, കയറ്റുമെന്ന് മുന്നോട്ട് വന്നേ. ഇന്ന് രാത്രി കോയറ്റമിനെ നോക്കല്ലേ. എന്നെ മാത്രമൊന്ന് ശ്രദ്ധിച്ചേ. അല്പസമയം കൂടെ എന്റെ സ്നേഹിതൻ നിദ്ര കൊള്ളുന്നു. ഞാൻ അവനെ ഉയർത്താൻ പോവുക, ഉയർപ്പിക്കാൻ പോവുക. ഞാൻ അവനെ ഉണർത്താൻ പോവുക. നിദ്രയാകുന്ന മരണത്തെക്കുറിച്ച് അവൻ പറഞ്ഞു. യേശു നടന്നു വരുമ്പോൾ ആരും കരുതിയില്ല.
സിസ്റ്ററെ, 2 കുഞ്ഞുങ്ങളുടെ നടുക്കിരിക്കുന്ന കൈയൊന്ന് ഉയർത്തിയാൽ മതി. ആ 2 കുഞ്ഞുങ്ങളുടെ കൈയൊന്ന് ഉയർത്തിയാൽ മതി. ഈ ചില ദിവസങ്ങൾക്കകത്ത് ചില മറുപടി ദൈവം തരും. ചില രാത്രികളിൽ കരഞ്ഞില്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ? കൈതാക്കല്ലേ, കൈതാത്തിടല്ലേ. സ്വർഗം പറയുന്നു, നിനക്ക് സാധ്യതയില്ല, എനിക്ക് സാധ്യതയുണ്ട്. നിനക്ക് കഴിയില്ല, എനിക്ക് കഴിയും. ഒരു ദൂതൻ സഹോദരന്റെ അടുത്ത് നിൽക്കുന്ന എനിക്ക് കാണാം. നിന്നെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് എന്തിനാണെന്നറിയാമോ? നിന്നെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചെന്തിനാണെന്നറിയാമോ? നീ പറഞ്ഞില്ലേ എനിക്ക് നീയെ ഉള്ളെന്ന്? നീ പലവട്ടം പറയാറില്ലേ യേശുവെ അങ്ങേ ഉള്ളെന്ന്? ഓ ഗാഡ്, ഓ ഗാഡ്, നിന്റെ ഡെസ്റ്റിനി കർത്താവ് മാറ്റാൻ പോവുക. നിന്റെ ഡെസ്റ്റിനി കർത്താവ് മാറ്റാൻ പോവുക. നിനക്ക് ചില യാത്രകൾ സ്വർഗം ഒരുക്കാൻ പോവുക. നീ ചില യാത്രകൾ ചെയ്യും, ചില നിന്റെ കയ്യിൽ മടങ്ങി വരും. നിന്നെ സ്വർഗം ആശ്വസിപ്പിക്കുന്നത്. വീണ്ടും ഞാൻ അത് തന്നെ കാണുന്നു. ഒരു ദൂതൻ നിന്റെ അടുക്കൽ ഇറങ്ങി നിൽക്കുന്നത് ഞാൻ കാണുന്നു. കർത്താവിന്റെ ആത്മാവ് സഹോദരിയെ തൊട്ടുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ഈ ഹോളിനകത്ത്, ഈ പന്തലിനകത്ത് ചിലതിനോട് കർത്താവിന്റെ ആത്മാവിന് ഇടപെടാനുണ്ട്. ചിലതിനെ കർത്താവിന് മടക്കിയെടുക്കാനുണ്ട്. ചിലതിനെ കർത്താവിന് പണിയാനുണ്ട്. ചിലതിനെ കർത്താവിന് ഉപയോഗിക്കാനുണ്ട്. ചിലതിനെ കർത്താവിന് പ്രിയനാക്കി മാറ്റാനുണ്ട്. ചിലതിനെ പ്രിയനാക്കി മാറ്റാനുണ്ട്. ചിലതിനെ പ്രിയനാക്കി മാറ്റാനുണ്ട്. ചിലതിനെ പ്രിയനാക്കി മാറ്റാനുണ്ട്. ഓ ഗാഡ്, ഓ ഗാഡ്. കരം പിടിച്ചു നടത്തിയതും എൻ കാൽകളെ ഉറപ്പിച്ചതും, കരം പിടിച്ചു നടത്തിയതും എൻ കാൽകളെ ഞാൻ വലയുവാനിടവരാതെ വലയമായി നടത്തിയതും, ഞാൻ വലയുവാനിടവരാതെ. രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. നിങ്ങളിത് പ്രിപ്പയർ ചെയ്തോ? മഹത്വം നിങ്ങളുടെ മേലെ ഇറങ്ങാൻ പോവുക. രോഗികളായിട്ടുള്ളവർ പ്രിപ്പയർ ചെയ്തോ? സ്വർഗമെന്ന് മഹത്വത്തെ ഇറക്കാൻ പോവുക. നാട്ടം വെച്ച ചില വിഷയത്തിന്റെ മേൽ, നാട്ടം വെച്ച ചില വിഷയത്തിന്റെ മേൽ വിട്ടുപിരിയാൻ കഴിവതില്ലേ. Oh, your awesome glory, your wonderful presence, സാന്നിധ്യം മറന്നിരിക്കാൻ കഴിവതില്ലേ. ആ കരുതൽ നനച്ചിടുമ്പോൾ സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ.
അങ്ങേ മറന്നും രോഗികളായിട്ടുള്ളവർ യാതൊന്നും ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ നിർവഹിക്കുന്നുണ്ട്. രോഗസൗഖ്യത്തിനായിട്ട് ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ നിർവചന രോഗികളായിട്ടുള്ള എന്ത് രോഗമായിക്കോട്ടെ ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ വേറൊന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരെ. സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നേ ഒന്ന് ചേർന്ന് പാടിക്കേ. സ്നേഹിക്കുന്നേ ഒന്ന് ചേർന്ന് പാടിക്കേ. സ്നേഹിക്കുന്നേ യേശുവേ ഹൃദയത്തിൽ നിന്ന് പാടിക്കേ. സ്നേഹിക്കുന്നേ 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 യേശുവേ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല. എന്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിയിടും ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ. ദാഹം തീർക്കും ജീവനദി. ഓവേനാലും ഞാൻ തൃപ്തനാകില്ല. ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ. ദാഹം തീർക്കും ജീവനദിയെ. സ്നേഹിക്കുന്നേ 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 യേശുവേ. സ്നേഹിക്കുന്നേ 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 യേശുവേ. വിട്ടു പിരിയാൻ കഴിയുന്നില്ലേ. ഈ ജനത്തിന് പോലും സൗഖ്യത്തിന്റെ കരമറങ്ങട്ടെ. ഇപ്പോൾ തന്നെ രോഗികളായവരുടെ മേൽ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ കരം, മഹത്വത്തിന്റെ കരം ദേശത്തിന്റെ മേൽ, ദേശത്തിന്റെ മേൽ വിട്ടു പിരിയാ കഴിവതില്ലേ. ആ സാന്നിധ്യം മാറിഞ്ഞിടുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ കരുതൽ നിങ്ങൾക്ക് ആ രോഗികളായിട്ടുള്ളവർക്ക് മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാം. നിങ്ങൾക്ക് മുന്നോട്ട് വരാം. നിങ്ങൾക്ക് ആ രോഗികളായിട്ടുള്ളവർക്ക് മുന്നോട്ട് വന്ന് നിൽക്കണമെങ്കിൽ പാസ്റ്റേഴ്സ് എറണാകുളത്ത് നിന്ന് പ്ലീസ് can you help me? ഒന്ന് മുന്നോട്ട് വന്നേ. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ഒരു മഹത്വത്തെ അനുഭവിക്കാൻ പോകും. ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ഒരു ദൈവത്തിന്റെ പ്രസൻസ്, ഗ്ലോറിയസ് പ്രസൻസ്. സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ 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 യേശുവേ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാവില്ല. എന്റെ ദാഹം നിന്നിൽ തന്നെയാ.
ജീവനദിയേ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാവില്ല. എന്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ. ദാഹം തീർക്കും ജീവനദിയേ. സ്നേഹിക്കുന്നേ 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 യേശുവേ. സ്നേഹിക്കുന്നേ 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 യേശുവേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ. ആഴത്തിലെന്നോട് നിടപെടണേ. ആത്മാവിലെന്നോട് നിടപെടണേ. ആഴത്തിലെന്നോട് നിടപെടണേ. ആത്മാവിലെന്നോടൊന്നിടപെടണേ. പാഴായി പോയൊരു മൺപാത്രം ഞാൻ. ആത്മാവിനാ മെനഞ്ഞിടണേ. പാഴായി പോയൊരു മൺപാത്രം ഞാൻ. ആത്മാവിനാ കുശവൻ കയ്യിലേകുന്നിതാ. ഒരു മാനപാത്രം കുശവൻ കയ്യിലേകുന്നിതാ.